നമസ്കാരം. ഒക്ടോബർ 29 വേൾഡ് സ്ട്രോക്ക് ഡേ ആണ്. ഈ സ്ട്രോക്ക് ഡേയുടെ തീം എന്ന് പറയുന്നത് എവറി മിനിറ്റ് കൗണ്ട്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക. ഈ സ്ട്രോക്ക് ഡേയിൽ പക്ഷാഘാതത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സകളെക്കുറിച്ചുമാണ് വിശദമാക്കുന്നത്. ഏവർക്കും സ്വാഗതം. പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീം ഓഫ് ഡോക്ടേഴ്സാണ് നമ്മളെ കൂടെയുള്ളത്. ആദ്യം അവരെ പരിചയപ്പെടാം. സ്ട്രോക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും ലഭ്യമാക്കാൻ വേണ്ടി നമ്മുടെ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലായ മൗലാനയിൽ ന്യൂറോളജി സേവനവും ന്യൂറോ സർജറി സേവനവും അതുപോലെ തന്നെ ന്യൂറോ ഇൻ്റർവെൻഷണൽ റേഡിയോളജി സേവനവും നമുക്ക് ലഭ്യമാണ്. അതിനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ ഉണ്ടായതുകൊണ്ട് 24 മണിക്കൂറും ഏത് സമയത്തും ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോരുത്തരെയും പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ ബിനീഷ്, സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്. ഞാൻ ഡോക്ടർ അലക്സ് ബേബി, സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്. ഞാൻ ഡോക്ടർ ജ്ഞാനദാസ്, സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ. ഞാൻ ഡോക്ടർ അനൂപ് ചെറിയൻ, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ്. ഞാൻ ഡോക്ടർ ജാസം, ന്യൂറോവാസ്കുലർ ആൻഡ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത്ര വലിയൊരു ടീമിനെ പരിചയപ്പെട്ടു. അപ്പോൾ ആദ്യം തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടത് എന്താണ് സ്ട്രോക്ക് എന്നാണ്. തലച്ചോറിലേക്കുള്ള രക്തോട്ടം മുടങ്ങുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. അത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്ന്, നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ അടയുമ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടിയാൽ സംഭവിക്കാം, ബ്ലീഡിംഗ് ആവും. രക്തക്കുഴൽ അടഞ്ഞിട്ടുണ്ടാവുന്നതിനെ ഇഷ്മിക് സ്ട്രോക്ക് എന്നാണ് പറയുക. രക്തക്കുഴലിൽ പൊട്ടിയിട്ടുണ്ടാവുന്നതിനെ ഹെമറേജിക് സ്ട്രോക്ക്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട രണ്ട് സ്ട്രോക്കിൻ്റെ തരങ്ങൾ. പിന്നെ മറ്റു തരത്തിലുള്ള വളരെ അപൂർവമായിട്ടുള്ള വീനസ് സ്ട്രോക്ക്, അതുപോലെ തന്നെ സബ്അരക്നോയിഡ് ഹെമറേജ്, ഇത്തരത്തിലുള്ള മറ്റു സ്ട്രോക്കുകളും ഉണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇഷ്മിക് സ്ട്രോക്കാണ്. കാരണം 80% ഇഷ്മിക് സ്ട്രോക്കാണ്. അതായത് ഈ രക്തക്കുഴൽ അടഞ്ഞിട്ടുണ്ടാവും സ്ട്രോക്കാണ് ഏറ്റവും സാധാരണ ആളുകൾ പറയും രക്തക്കട്ട പിടിച്ചിട്ടുണ്ടാവുന്ന സ്ട്രോക്ക്. അതെ അല്ലേ? അപ്പോൾ സാറ് 2 തരം സ്ട്രോക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം എന്താണ് കാരണങ്ങൾ, ഇങ്ങനെ സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ എന്താണ്? നമുക്കറിയാം, ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് ഈ സ്ട്രോക്കും പെടുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ബാക്കി മറ്റ് അസുഖം പോലെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് ഹാർട്ടിലേക്കുള്ള രക്തക്കുഴൽ അടഞ്ഞിട്ടാണ്. സ്ട്രോക്ക് ഉണ്ടാവുന്നത് സ്ട്രോക്ക് തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ അടഞ്ഞിട്ടാണ്. അപ്പോൾ ഈ രക്തക്കുഴൽ അടയുന്ന സംഭവം ഉണ്ടാകുന്നത് അതെറോസ്ക്ലറോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അതുണ്ടാവാനുള്ള കാരണം നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിലുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ നമുക്കറിയാം, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, അതുപോലെ തന്നെ അമിതവണ്ണം, അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ അധികമായിട്ടുള്ള കൊഴുപ്പ്, എക്സസൈസ് ഇല്ലായ്മ. അപ്പോൾ ഇതിലൊക്കെ 2 തരത്തിലായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, 2 നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അതിൽ നമ്മൾ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിലാണ് നമ്മൾ. മോഡിഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ എക്സസൈസ് ഇല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് കൂട്ടാം, ഭക്ഷണത്തിൽ കറക്റ്റാക്കാം. അതുപോലെ തന്നെ സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഇങ്ങനത്തെയുള്ള അഡിക്ഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാം. നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയിലുള്ള സ്ട്രോക്ക്, അതുപോലെ തന്നെ നമ്മുടെ പ്രായം, ഇതൊന്നും നമുക്ക് അതുപോലെ ജനിതകമായിട്ടുള്ള വ്യത്യാസം, ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും നോൺ മോഡിഫയബിളും കൂടി വരുമ്പോഴാണ് ഇത് കൂടുതൽ റിസ്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നോൺ മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ അമിതമായ രക്തസമ്മർദ്ദമുള്ളവരുണ്ടാവാം, അല്ലേ? തീർച്ചയായും ഇതെല്ലാം ഡയബറ്റിസ് ഉണ്ടാവും. ഡയബറ്റിസ്, അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതൽ, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും പേടിയുള്ളതാണ്. ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും സ്ട്രോക്ക് വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രാഥമികമായ ലക്ഷണങ്ങൾ? സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബി ഫാസ്റ്റ് എന്നിങ്ങനെ 6 അക്ഷരത്തിൽ ചുരുക്കി ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഫാസ്റ്റ് എന്നുള്ള നമുക്ക് ആദ്യം നോക്കാം. അതിൽ എഫ് എന്ന് പറയുന്നത് ഫേഷ്യൽ സിംറ്റംസ്, അതായത് മുഖം കോടുക, അല്ലെങ്കിൽ വായുടെ സൈഡിൽ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ താഴോട്ട് വരിക, അങ്ങനെയുള്ള സിംറ്റംസ്. പിന്നെ എ എന്ന് പറയുന്നത് കൈയുടെയോ അതായത് കൈയുടെയോ കാലിൻ്റെയോ ബലക്കുറവ്,
അല്ലെ കയ്യോ കാലോ ഉപയോഗിക്കുമ്പോൾ ബാലൻസ് കിട്ടാതിരിക്കുക, അങ്ങനത്തെ സിംറ്റംസ്. പിന്നെയുള്ളത് എസ് എന്ന് പറയുന്നത് സ്പീച്ച് സിംറ്റംസ്, അതായത് സംസാരിക്കാൻ സാധിക്കാതിരിക്കുക, അല്ലെ സംസാരം കേട്ടാൽ മനസ്സിലാവാതിരിക്കുക, സംസാരം കുഴഞ്ഞ അതെ രീതിയിലേക്കാണ്. അതെ അതെ. ടി എന്ന് പറയുന്നത് ടൈമിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അത് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സെക്കൻഡുകളോ മിനിറ്റുകളോ കളയാതെ നമ്മൾ എത്രയും വേഗം ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനെ എത്തിക്കേണ്ടതാണ്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് അല്ലേ? അത് ഇതിൽ തന്നെ വരും. അതെ അതെ, അത് നമ്മുടെ ഗോൾഡൻ അവർ നമ്മൾ സാധാരണയായിട്ട് 3 മണിക്കൂറാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ അത് എക്സ്റ്റെൻഡ് ആയിട്ട് നമ്മൾ 4.5 മണിക്കൂർ വരെ നമ്മൾ പേഷ്യൻറ്റിനെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ, അതായത് സ്ട്രോക്കിന് എല്ലാ ചികിത്സകളും നമുക്ക് ഏത് സമയത്ത് വന്നാലും ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്കിന് അതിനൂതനമായ ചികിത്സകൾ ഉടനെ കൊടുക്കാനും പേഷ്യൻറ്റിന് നല്ലൊരു റിക്കവറി കിട്ടാനുള്ള സാധ്യത കൂട്ടാനും സാധിക്കും. ഇപ്പം നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചികിത്സയെക്കുറിച്ചാണ് അറിയേണ്ടത്. ഇപ്പം സ്ട്രോക്ക് വന്നാൽ ആദ്യം ഏത് തരത്തിലുള്ള ചികിത്സയാണ് വേണ്ടതെന്നാണ്. ന്യൂറോ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും ആദ്യം വരിക അല്ലേ സാർ? സ്ട്രോക്ക് വരുന്ന ഒരാൾ കാഷ്വാലിറ്റിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം ഒരു എമർജൻസി ഡോക്ടറും പിന്നെ ഒരു ന്യൂറോളജിസ്റ്റും കാണുമ്പോൾ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ഈ സിംറ്റംസ് ഉള്ള ഒരാൾക്ക് അത് പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആദ്യത്തെ സസ്പിഷ്യൻ സ്ട്രോക്കാണ്. നമ്മൾ ആദ്യം ചെയ്യുക ഒരു സ്കാൻ എടുക്കുക എന്നുള്ളതാണ്. അതിൽ CT സ്കാനും എടുക്കാം, MRI സ്കാനും എടുക്കാം. MRI ഫെസിലിറ്റി ഉള്ളൊരു സെൻറ്ററിൽ നമ്മൾ ആദ്യം MRI പ്രിഫർ ചെയ്യുന്നു ഇന്നത്തെ ഈ കറൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ വെച്ചിട്ട്. അപ്പം MRI എടുക്കുന്നു, അതിലൊരു സ്ട്രോക്ക് കാണുകയാണെങ്കിൽ പിന്നീടുള്ള സമയത്തിനനുസരിച്ച് ഇപ്പം 3 മണിക്കൂർ തൊട്ട് 4.5 മണിക്കൂർ വരെ, ഇപ്പം 4.5 മണിക്കൂറാണ് നമ്മുടെ വിൻഡോ ടൈം അല്ലെങ്കിൽ ഗോൾഡൻ അവർ നമ്മൾ പറയുന്ന പോലെ, ആ ഒരു വിൻഡോ പീരീഡിൽ എത്തുന്ന ആൾക്ക് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സർജിക്കൽ ആൻഡ് ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ എത്തിയ ആൾക്ക് ആദ്യം ഒരു ഇഞ്ചക്ഷനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ആൾക്ക് വേറെ അതിന് കൊടുക്കുന്നതിന് എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻസ്, അത് കൊടുക്കാൻ പറ്റാത്ത ആളല്ലാത്തടത്തോളം ആർക്കും നമ്മൾ കൊടുക്കും. അതിന് പ്രത്യേകിച്ച് പരിമിതികൾ, അതായത് ഇപ്പോഴത്തെ ഇത് വെച്ച് കുട്ടികളിലും അതായത് 18 വയസ്സിൻ്റെ താഴോട്ടും ഒരു ഏജ് അപ്പർ ലിമിറ്റ് നമ്മളിതുവരെ പറയാറില്ല. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ സ്ട്രോക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബാക്കിയുള്ള നമ്മൾ മെഡിക്കേഷൻസിലേക്ക് പിന്നീട് പോകുന്നു. പിന്നെ സ്ട്രോക്കിൻ്റെ വലിപ്പത്തിനും കാര്യത്തിനും അനുസരിച്ച് സ്ട്രോക്കിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ച് ഈ സ്കാൻ ചെയ്യുമ്പോൾ വലിയ രക്തക്കുഴലുകൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്കൊക്കെ നമ്മൾ കടന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നീട് സ്ട്രോക്ക് പേഷ്യൻ്റ് അഡ്മിറ്റഡ് ആവുന്നു. അതിൻ്റേതായ ഗ്ലൂക്കോസിൻ്റെയും അല്ലെങ്കിൽ ബ്ലഡിലുള്ള പാരാമീറ്റേഴ്സിൻ്റെയും ഒക്കെ വ്യത്യാസത്തിനനുസരിച്ച് അഡിക്വേറ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ ഈ ഇഞ്ചക്ഷൻ കൊണ്ട് നമുക്ക് പഴയൊരവസ്ഥയിലേക്ക് തന്നെ ആളെ എത്തിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് ഇവിടെ വിൻഡോ പീരീഡ്. അടച്ചത് നമ്മൾ തുറക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഭൂരിഭാഗം കേസിലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ ഇഞ്ചക്ഷനാണ് ആദ്യം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞത്. അത്തരം കേസുകളിൽ ഈ ഇഞ്ചക്ഷനിലും സാധ്യമല്ലാത്ത കേസുകളിൽ ഏത് തരം ട്രീറ്റ്മെൻറ്റാണ്? ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലുള്ള ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. അപ്പോൾ ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസസ് വെച്ചിട്ട് സാധാരണ കാലിൻ്റെ തൊടയിലെ രക്തക്കുഴലിൽ കയറിയിട്ടാണ് നമ്മൾ തലച്ചോറിൽ ഏതാണോ ബ്ലോക്കായി കിടക്കുന്ന രക്തക്കുഴൽ അതിനകത്ത് കയറിയിട്ട് സക്ഷൻ ഡിവൈസ് ഉണ്ട്, ഒരു വാക്യൂം ക്ലീനർ പോലെയുള്ള വലിച്ചെടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിനെ പിടിച്ച് വലിക്കുന്ന ഒരു സ്റ്റെൻറ്റ് റിട്രീവറിന് പോലെയുള്ള ഒരു ഡിവൈസ് ഉണ്ട്. ഈ 2 ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ ക്ലോട്ടിനെ പൂർണ്ണമായിട്ട് മാറ്റുന്നത്. അപ്പോൾ അഗൈൻ അതിന് കൺസിഡർ ചെയ്യേണ്ട കുറേ ഫാക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ടൈം, എത്ര സമയം കൊണ്ടാണ് പേഷ്യൻറ്റിനെ രോഗീനെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് കാത്ത് ലാബിലേക്ക് എത്തിക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. റിക്കവറി അത്രയും നന്നായിരിക്കും. നമ്മുടെ പ്രൊസീജിയറിൻ്റെ സക്സസ് റേറ്റ് അത്രയും ബെറ്റർ കൂടും. പിന്നെന്താന്ന് പറഞ്ഞാൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസും ലൈക്ക് ബ്ലീഡിങ്, പ്രധാനമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ബ്ലീഡിങ് ആണ്. കാരണം അടഞ്ഞു പോയ ഒരു രക്തക്കുഴൽ നമ്മൾ ക്ലോട്ട് റിമൂവ് ചെയ്തിട്ട് പെട്ടെന്ന് തുറക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയാനുള്ള ബ്ലീഡിങ് ആണ്. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത ബ്ലഡ് വെസലിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ഒരു ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വക കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറവായിരിക്കും എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ. സോ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയണമെങ്കിൽ അത് റെക്കഗ്നിഷനാണ്. അത് സ്ട്രോക്ക് ഉണ്ടെന്നുള്ള മനസ്സിലാക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. എന്നിട്ട് എത്രയും പെട്ടെന്നൊരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാലാണ് നമ്മൾ സർജറി പ്രിഫർ ചെയ്യുന്നുണ്ടാവുക അല്ലേ? അതെ.
ഇതിൽ കോംപ്ലിക്കേഷൻസ് വന്നാലോ അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ നീര് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ സെറിബ്രൽ ഇഡീമ എന്ന് പറയും. സെറിബ്രൽ ഇഡീമ വന്നു കഴിഞ്ഞാൽ ചില ചേഞ്ചസ് ബ്രെയിനിൽ കുറച്ച് ചേഞ്ചസ്, ഇപ്പോൾ തലയോട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ നീര് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഇമാജിൻ അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ലൈഫ് ത്രെറ്റനിങ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ന്യൂറോ സർജിക്കൽ പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നത്, പേഷ്യൻറ്റിനെ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ന്യൂറോ സർജൻ്റെ റോൾ എന്താണ് സ്ട്രോക്കിൽ? സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിൽ ചെയ്യുന്ന തലയുടെ തൊലി തുറന്ന് തലയോട്ടി തുറന്ന് തലച്ചോറിനകത്തേക്ക് കയറുന്നതാണ് സർജറിയുടെ കാര്യങ്ങൾ. അപ്പോൾ സർജറി നമുക്ക് വേണ്ടി വരുന്ന സ്ട്രോക്കിൽ പ്രധാനപ്പെട്ട 2 ഏരിയകളാണ്. ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്ത് രക്തക്കൊഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടാവുക, ബ്ലീഡിങ് ഉണ്ടാവുക തലച്ചോറിനകത്ത്. പക്ഷേ അത് നമുക്കിപ്പോൾ ചെറിയ തോതിലുള്ള രക്തസ്രാവമാണ്, രോഗിക്ക് നല്ല ബോധമുണ്ട്, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, കയ്യും കാലൊക്കെ അനക്കുന്നുണ്ടെങ്കിൽ ആ കേസുകൾ വീണ്ടും നമ്മൾ മെഡിക്കലായിട്ട് തന്നെയാണ് നോക്കുന്നത്. ന്യൂറോളജിസ്റ്റ് ഹെൽപ്പോടുകൂടെ വീണ്ടും മെഡിക്കലായിട്ട് തന്നെ നോക്കും. അതല്ല രോഗിക്ക് അബോധാവസ്ഥയിലേക്ക് പോയി വളരെ വലിയ ബ്ലീഡിംഗ് ആണ്, രോഗിക്ക് ഒരു ലൈഫ് ത്രെട്ടനിങ് മരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഈ അവസരത്തിൽ മാത്രമാണ് നമ്മളത് തലവെട്ടി തുറന്ന് ഈ രക്തസ്രാവമൊക്കെ നീക്കം ചെയ്ത് ബ്ലീഡിങ് എല്ലാം നിർത്തി സർജറി അങ്ങനെ പോകും. അതല്ലാത്ത അവസരത്തിൽ ഇതാണ് മെയിനായിട്ട് സർജറിയുടെ ഉദ്ദേശം. എല്ലാ കേസും സർജറി അല്ല. ഈ സർജറിക്ക് വരുന്ന ഏകദേശം 20% മാത്രമാണ് അല്ലേ ബ്ലീഡിങ് ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ സർജറി വേണ്ടി വരുന്നവർ ഏകദേശം ഒരു 4-5% മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ കേസിനും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ രോഗിയുടെ അവസ്ഥ എന്താണ്, സ്കാനിന് ബ്ലീഡിങ്ങും പേഷ്യൻ്റെ അവസ്ഥയും ന്യൂറോളജിക്കലായിട്ട് എത്രത്തോളം തകരാറുകളുണ്ട് അതനുസരിച്ചാണ് സർജറി പ്ലാൻ ചെയ്യുന്നത്. പ്രായം വലിയ ഘടകമായിട്ട് കാണുന്നില്ല. നമ്മൾ പ്രായമുള്ള ആൾക്ക് കൂടുതലായിട്ടും പ്രായമുള്ള ആളുകൾക്കാണ് ബ്ലീഡിങ് വരുന്നത്. നമ്മൾ ഏജ് നോക്കാറില്ല, സർജറി ചെയ്യും. പിന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ ജാസിം പറഞ്ഞ പോലെ വലിയ രക്തക്കൊഴലൊക്കെ അടച്ച് ഒരുപാട് ഏരിയയിലേക്ക് രക്തോട്ടം ഇല്ലാതായി തലച്ചോറോടെ വീർത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടി ടൈറ്റായിട്ട് നിൽക്കുമ്പോഴേക്കും ഉള്ളിൽ ഭയങ്കര മർദ്ദം കൂടുകയും തുടർന്ന് രക്തോട്ടം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തലച്ചോറിലോട്ടുള്ള നിൽക്കാനും സാധ്യതയുണ്ട്. അതും മരണത്തിലേക്ക് നയിക്കും. ആ അവസരത്തിൽ നമ്മൾ തലയോട്ടിയുടെ വലിയൊരു ഭാഗം മാറ്റി തലച്ചോറിൻ്റെ ആവരണം തുറന്ന് ഫ്രീ ആക്കി ഇട്ട് കൊടുക്കും. തൊലി മാത്രം തയ്ച്ച് ആ തലയോട്ടി എടുത്ത് മിക്കവാറും ഞാൻ കാലിലേക്കാണ് വയ്ക്കുക, തൊടയിലേക്ക് വെച്ച് കൊടുക്കും. എന്നിട്ട് തൊലി മാത്രം തയ്ച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു എക്സ്പാൻഷൻ കിട്ടും അവിടെ. അപ്പോൾ തലച്ചോറിന് വീർത്ത് തലച്ചോറിന് ഇരിക്കാനും അതുവഴി രോഗിക്ക് രക്ഷപ്പെട്ട് വരാനും ഒരു വഴി തുറന്നു കൊടുക്കും. പല കേസുകളും അങ്ങനെ ഗുണം കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്റ്റെൻസീവായിട്ടുള്ള കേസുകളാണെങ്കിൽ നമ്മുടെ കയ്യിലല്ല, നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ എന്നാലും രക്ഷപ്പെടാനുള്ള ഒരു നല്ലൊരു ശതമാനം രോഗികളെ രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. സർജറിയിലൂടെ പറ്റും. ഇപ്പോൾ സർജറിയുടെ റോള് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് ഒരു സ്ട്രോക്ക് വന്ന ആൾക്ക് പഴയ സ്ഥിതിയിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ സാധിക്കുമോ? അത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ സ്ട്രോക്ക് നമ്മൾ എത്ര വേഗത്തിൽ ചികിത്സിക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബി ഫാസ്റ്റ് സിംറ്റംസ് ഒക്കെ മനസ്സിലാക്കി ആ വിൻഡോ പീരീഡിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് സ്കാൻ ചെയ്ത് സ്ട്രോക്കിൻ്റെ നിർണ്ണയം നടത്തി അതിനുചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മിക്ക പേഷ്യൻസിനും നമുക്ക് നല്ലൊരു റിക്കവറി ലഭിക്കും. അതായത് നമ്മൾ എത്രയും വേഗത്തിൽ ചികിത്സിക്കുന്നോ അത്രയും നല്ല റിക്കവറി നമുക്ക് ലഭിക്കും. പിന്നെ ചില കേസുകളിൽ ആ സ്ട്രോക്ക് വന്ന ഭാഗത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടോ അല്ലെങ്കിൽ ആ സ്ട്രോക്കിൻ്റെ തീവ്രത കൊണ്ടോ പേഷ്യൻസിന് ചില ഡിഫക്ട്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ ചില കേസുകളിൽ ഇപ്പോൾ ചികിത്സകൾ ബലിക്കണമെന്നില്ല. അങ്ങനെയുള്ള കേസിലൊക്കെ ചില പേഷ്യൻസ് ബെഡ് റിഡൻ കണ്ടീഷനിൽ പോവാം. ചില പേഷ്യൻസിന് ചിലപ്പോൾ സംസാരിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചിലർക്ക് നടക്കാനായിരിക്കും ബുദ്ധിമുട്ട്. ചില പേഷ്യൻസ് മുന്നേ പറഞ്ഞ പോലെ ബെഡ് റിഡൻ ആവാം. അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ടാവാറുണ്ട്. അതിന് കാരണം നമ്മുടെ ബ്രെയിനിൽ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ കൊണ്ട് തന്നെ ഈ ന്യൂറോൺസ് നശിക്കുന്നു. പിന്നെ യൂഷ്വലി ഈ നെർവസ് സിസ്റ്റം അല്ലെ നമ്മുടെ തലച്ചോറ് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി, ആ നശിച്ച കോശങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ നമ്മൾ ഈ ഫിസിയോതെറാപ്പി പോലെയുള്ള ചികിത്സകൾ, സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള ചികിത്സകളിലൂടെയാണ് നമ്മൾ ഈ ന്യൂറോൺസിന് നഷ്ടപ്പെട്ട ആ ശക്തി വീണ്ടെടുത്ത് പേഷ്യൻസിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിലെ ചികിത്സിക്കുന്ന പേഷ്യൻസിന് വളരെ കുറച്ച് പ്രോബ്ലംസേ ഉണ്ടാവുള്ളൂ. പിന്നെ അതല്ലാത്ത പേഷ്യൻസിന് ഫിസിയോതെറാപ്പി പോലെയുള്ള ചികിത്സകളിലൂടെ നല്ല റിക്കവറി കിട്ടാനും പഴയ രീതിയിലേക്ക് വരാനും അതിനുള്ള സാധ്യതകൾ ഏറെയാണ്.
ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ റീഹാബിൻ്റെ റോള് വലുതാണ്. അപ്പം സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പിയാണ് ആഫ്റ്റർ. എത്രത്തോളം സാധ്യമാണ്? അതായത് തലച്ചോറിൻ്റെ ഒരു പ്രതിഭാസമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. നമുക്കറിയാം എത്ര തന്നെ നമ്മൾ ചികിത്സിച്ചാലും 1% രോഗികൾക്ക് അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ ന്യൂറോ റീഹാബിലിറ്റേഷൻ വേണം. അതിന് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റീനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ വേണം. നമ്മളെപ്പോഴും ചിന്തിക്കുക ഒരു ഫിസിയോതെറാപ്പി എന്നതിൽ മാത്രമാണ്. അങ്ങനെയല്ല. നമുക്ക് ഇതിൽ ഒരു ടീം ഓഫ് ആൾക്കാരുടെ എഫേർട്സാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ഫങ്ഷണലായിട്ട് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സംസാരശേഷി പല രോഗികൾക്കും ഭയങ്കര പ്രയാസങ്ങളുണ്ടാവും, ഉച്ചാരണത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, വാക്കുകൾ കിട്ടാത്ത. അവിടെ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിൻ്റെ റോള് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ കോഗ്നേറ്റീവ് തെറാപ്പി, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ റോൾ. അപ്പോൾ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഫിസിയാട്രി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാവരും കൂടിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ന്യൂറോ റീഹാബിലിറ്റേഷനിലൂടെ നമുക്ക് ഈ രോഗികളെ ഒരു പരിധി വരെ അവരെ ഫങ്ഷണലി അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതെ. അപ്പോൾ ഈ തരത്തിൽ പൂർവ്വസ്ഥിതിയിലാവുന്നതും അല്ലെങ്കിൽ ആകാത്തതുമായ കണ്ടീഷൻസ് ഉണ്ടാവും. ഇതിനെല്ലാം ലോങ് ടേം മെഡിസിൻ വേണോ? സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു അക്യൂട്ട് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനൊരു ലോങ് ടേം ഫോളോ അപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ രക്തക്കുഴൽ അടയുന്ന സ്ട്രോക്സിനായിക്കോട്ടെ, രക്തം പൊട്ടിയ സ്ട്രോക്സിനായിക്കോട്ടെ, രക്തക്കുഴൽ അടയുന്ന ഒരു സ്ട്രോക്കിൽ നമുക്ക് അടുത്ത സ്ട്രോക്കിൻ്റെ റിസ്ക് വളരെ അധികമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇപ്പം BP ഷുഗർ ഉള്ളവരിൽ BPയും ഷുഗറും കൺട്രോൾ ചെയ്യുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ രക്തം കട്ടയാവാതിരിക്കാനുള്ള മെഡിക്കേഷൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് പലതരം മെഡിസിൻസ് ഉണ്ട്. രക്തക്കുഴലിൽ നിന്നുമുള്ള ക്ലോട്ട്സ് തടയുന്ന മെഡിസിൻസും ഉണ്ട്, അതുപോലെ കൊളസ്ട്രോൾ മെഡിസിൻസും ഉണ്ട്. ഹാർട്ടിൽ നിന്നുള്ള രക്തക്കുഴൽ അടയുക അല്ലെങ്കിൽ ഹാർട്ടിലേക്കുള്ള രക്തത്തിൽ ക്ലോട്ട് ഉണ്ടാവുക, അതിൻ്റേതായ സ്ട്രോങ്ങർ ആയിട്ടുള്ള മെഡിസിൻസും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ അഡ്മിഷനിൽ തന്നെ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു കുഴൽ അടഞ്ഞു എന്നുള്ളത് അവിടെ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കാരണത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് പോവുക. ഹാർട്ട് അറ്റാക്കിലെ പോലെ തന്നെയാണ് ഇവിടെ ബ്രെയിൻ അറ്റാക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയൊരു ബുദ്ധിമുട്ട് ഭാവിയിലേക്ക് വരാതിരിക്കാൻ നമ്മൾ മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുന്നു. ഇതിലാകെ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള സ്ട്രോക്കുകളിൽ മാത്രമാണ് ഇത് കൂടാതെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റേ ഓഫ് ലോങ് ടേം ട്രീറ്റ്മെൻറ്റ്. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സ്ട്രോക്ക്. അപ്പോൾ ഈ സ്ട്രോക്ക് ഡേയിൽ പ്രേക്ഷകർക്ക് നൽകാനുള്ളൊരു മെസ്സേജ് എന്താണ്? ഈ സ്ട്രോക്ക് ഡേയുടെ തീം എന്ന് പറയുന്നത് എവറി മിനിറ്റ്സ് കൗണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ സമയം കളയാതെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു സ്ട്രോക്ക് റെഡി ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം എവറി മിനിറ്റ്, എവറി സെക്കൻഡ്സ് വിൽ കൗണ്ട്. അപ്പോൾ സമയം കളയാതെ രോഗിയെ സ്ട്രോക്ക് റെഡി ആശുപത്രിയിൽ എത്തിക്കുക. അതിന് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്ട്രോക്ക് റെഡി ആശുപത്രി ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയണം. എനിവേ, താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് സ്ട്രോക്കിനെ കുറിച്ച് പറയുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക എന്നത് തന്നെയാണ്. സ്ട്രോക്ക് ഡേയുടെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.